രാകേഷ്, താങ്കളൊരു കാർ ഡീലറാണല്ലോ. ഈ സിനിമാ താരങ്ങൾക്ക് ഈ വിന്റേജ് കാറുകൾ കളക്ട് ചെയ്യുന്ന ഹോബിയുണ്ട്, ശീലമുണ്ട്. ദുൽഖർ സൽമാനൊക്കെ അദ്ദേഹത്തിൻ്റെ ഗരാഷ് വളരെ പ്രസിദ്ധമാണ്. ലോകത്തെ പ്രധാനപ്പെട്ട കാറുകളെല്ലാം ഉണ്ട്. ആ ഒരു ക്രേസിൽ അപൂർവങ്ങളായ വാഹനങ്ങൾ വാങ്ങാനുള്ള താല്പര്യം ഉണ്ടാവും. ഇവിടെ ഈ ഇടനിലക്കാരായിട്ടുള്ള ഈ കച്ചവടക്കാർ ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകളെ കബളിപ്പിച്ചതായില്ലേ? അല്ലെങ്കിൽ കബളിപ്പിച്ചിരിക്കാനല്ലേ കൂടുതൽ സാധ്യത? അതല്ലാതെ നിയമലംഘനം നടത്തി ഒരു കാറ് വാങ്ങി മുറ്റത്തിടേണ്ട കാര്യം മമ്മൂട്ടിയുടെ കുടുംബക്കാർക്കില്ലല്ലോ. തീർച്ചയായും സാർ, ഇപ്പോൾ നിലവിൽ ഈ വാഹനങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് ഉള്ള വാഹനങ്ങളാണ്, രജിസ്ട്രേഷൻ ഉള്ള വാഹനങ്ങളാണ്. ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ വാഹനങ്ങളാണ് ഇവർ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് അവർക്ക് ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്ത് നിലവിൽ പരിവാഹൻ സൈറ്റിൽ വരെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് വാങ്ങുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവരെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടതായിട്ടുള്ള ഒരു കള്ളത്തരം ചെയ്യുന്നതായിട്ടുള്ള തോന്നൽ നമുക്ക് ഇല്ല. ഇത് പുറത്തുനിന്ന് അവർ പറ്റിക്കപ്പെട്ടാതിരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. അതെ, അവിടെ ശ്രീ രാകേഷ് കാണേണ്ട ഒരു കാര്യം, അമിത് ചക്കാലക്കലിനോട് മാധ്യമങ്ങൾ ചോദിച്ചു താങ്കളുടെ കാറിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ലാൻഡ് ക്രൂയിസർ. അദ്ദേഹം പറഞ്ഞത് ഇത് 1999 രജിസ്റ്റർ ചെയ്ത വാഹനമാണ്, റഷ്യൻ എംബസി വാങ്ങിച്ച വാഹനമാണ് എന്ന് പറഞ്ഞാൽ ഈ കാറിന്റെ മുൻ ഫയൽസ് ഒക്കെ പരിശോധിച്ച് പോകുമ്പോൾ 99 രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള രേഖയുണ്ട്, മറ്റെല്ലാ രേഖകളും ഉണ്ട്. അദ്ദേഹം പിന്നീട് വേറൊരാളിൽ നിന്ന് വാങ്ങിയ വണ്ടിയാണ്. ആ വണ്ടിയുടെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണ് അദ്ദേഹം. പക്ഷേ നോക്കൂ, ഇന്നിപ്പോൾ കസ്റ്റംസ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യം, 2014 മാനുഫാക്ചർ ചെയ്ത വണ്ടി 2005 രജിസ്റ്റർ ചെയ്തതായി രേഖയുണ്ടാക്കിയ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ മാനുഫാക്ചർ ചെയ്ത വണ്ടി വരെ 99 നിന്നോ 2002 നിന്നോ ഒക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ട് ഒക്കെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. അതായത് ഈ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് കൊടുത്തിട്ടാണ് പരിവാഹനിലടക്കം ഈ വാഹനങ്ങളുടെ രേഖ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് വ്യാജമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. എങ്ങനെ വിശ്വസിക്കും? സാറേ, ഇത് നിലവിൽ നമ്മൾക്ക് RTO ഓഫീസിലും സൈറ്റിലും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റ അപ്ഡേറ്റ് ആയിട്ട് സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ മാത്രം നമുക്ക് കുറ്റം പറയാൻ ഒരിക്കലും പറ്റില്ലല്ലോ. അതായത് നിലവിൽ നമ്മൾ സൈറ്റിൽ ചെക്ക് ചെയ്താൽ, പരിവാഹൻ സൈറ്റിൽ ചെക്ക് ചെയ്താൽ സാറ് ഇപ്പോൾ ഇവിടെ ഏത് നമ്പർ എടുത്താലും ആ വാഹനത്തിന്, ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഏത് വാഹനത്തിൻ്റെയും നമ്പർ അടിച്ചാൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മളാണെങ്കിലും ഒരു ഡീലറാണെങ്കിലും ഈ വാഹനം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം RTO ഓഫീസ് ത്രൂ ഉള്ള വല്ല സ്കാമുകളായിരിക്കും. അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തി അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ നമ്മളെ നാട്ടിലില്ല. ഇങ്ങനൊരു സ്കാം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല.